ഹലോ, ഇന്ന് നമ്മൾ ബൈ റോഡ് തൃശ്ശൂരിൽ നിന്ന് ഊട്ടിയിലേക്കാണ് പോണേ. ഇപ്പോൾ പുലർച്ചെ 4-4:15 നല്ല മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നനഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോണത് ചേച്ചിയുടെ അടുത്താണ്. അവിടുന്ന് ചേച്ചിയും മോളും മരുമകനൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 ആവുമ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി ഊട്ടിയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇറ്റൊക്കെ മാറി നല്ല വെളിച്ചമായി. അതേപോലെ ചുറ്റും കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോണേ. ദാ മലയുടെ മീതിയൊക്കെ ഫോഗായിട്ട് കാണാൻ എന്ത് രസമല്ലേ. ഇപ്പൊ തന്നെ ഊട്ടിയിലെത്തിയൊരു ഫീലാണ്. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ കാരണം വലിയ ട്രാഫിക് ഉണ്ടായില്ല. പിന്നെ നമ്മൾ 5 ആളും പാട്ടും വർത്താനവും ബഹളൊക്കെ ആയി പോയ കാരണം നമ്മുടെ യാത്രയും നല്ലൊരു വൈബായിരുന്നു. എപ്പോഴും ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരും പാട്ടും ബഹളൊക്കെ ആകുമ്പോൾ തന്നെയാണ് അതിൻ്റെ രസം. അങ്ങനെ പറഞ്ഞതാ നമ്മുടെ ഹെയർ പിന്നുകൾ എത്തി തുടങ്ങി. ഈ സമയത്ത് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളോ. നല്ല വളവും തിരിവൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ ഓവർടേക്ക് ഒന്നും ചെയ്യാണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ചേച്ചിയും ഫാമിലിയും നേരത്തെ പോയിട്ടുണ്ട്. അവർ ജസ്റ്റ് ഫണ്ണാക്കാനായിട്ടാണ് വന്നേ. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 സൈഡിലും പച്ചപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കൾ കാണാം. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരെയും കാണാം. അങ്ങനെ റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ പാസ് എടുക്കാനായിട്ട് മറക്കരുത്. അത് മസ്റ്റാന്നാണ് പറയണേ. ഇത് നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന സൈറ്റ് അത് തന്നെയാണ്. ഊട്ടിയിലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ബാൻഡാണ്. അതിന് പകരം നിങ്ങൾക്ക് സ്റ്റീൽ ഇല്ലെങ്കിൽ വുഡൻ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാം. ചില നേരത്ത് ചെക്ക് പോയിന്റ്സിലൊക്കെ അവിടുത്തെ ഓഫീസേഴ്സ് നമ്മുടെ കാറൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എടുത്തു മാറ്റും എന്നാണ് കേട്ടെ. ഞങ്ങൾ മാക്സിമം സ്റ്റീൽ ഐറ്റംസ് ആയിട്ടാണ് പോയത്. ഇതാ അവിടെ നോക്ക്, വലിയ വലിയ മലകളും അതുപോലെ നിറയെ കോടയൊക്കെ ആയിട്ട് കാണാൻ തന്നെ എന്താ ഭംഗി. ഇതിങ്ങനെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ മൈൻഡിനൊക്കെ ഒരു പ്രത്യേക റിലാക്സേഷനാണ്. താഴെ റെയിൽവേ ട്രാക്കും റോഡും ഒക്കെ ഉണ്ട്. മീതെ വലിയ വലിയ മലകളും അടിപൊളി കോടയും. ശരിക്കും ഇപ്പോൾ ഇവിടെ വല്ല കവികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കവിതകൾ എഴുതിയേനെ. ഒരു വിഷ്വൽ ട്രീറ്റാണ്. അതേപോലെ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. കാണാൻ എന്ത് ക്യൂട്ടാ. പിന്നെ വീഡിയോ എടുക്കുന്ന നേരത്ത് അവർ മൊബൈലൊക്കെ തട്ടിക്കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളോ. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുരങ്ങന്മാരൊന്നും ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവരുടെ ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഇത് എങ്ങനെ ആഡ് ചെയ്യാണ്ടിരിക്കുക. ഇതേപോലത്തെ നല്ല വ്യൂ പോയിന്റ്സ് പല സ്ഥലത്തും ഉണ്ട്. ഇത് കണ്ട് ആസ്വദിക്കാനായിട്ട് ആൾക്കാർ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് പുറത്തിറങ്ങി നിൽക്കണ കാണാം. എല്ലാവരും ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ ഒരാൾ കുരങ്ങച്ചനെ പേടിച്ച് വണ്ടിയുടെ ഉള്ളിലാണ്. അങ്ങനെ വീണ്ടും വണ്ടിയിൽ കയറി. ഇതാ ചായത്തോട്ടങ്ങളൊക്കെ വന്നു തുടങ്ങി. അതേപോലെ മൗണ്ടൻസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലവർക്ക് ചെവി അടയണ പോലെയൊക്കെ തോന്നും. അപ്പൊ അതിന് ച്യൂയിംഗം ചവയ്ക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ കോട്ടൺ ഇല്ലെങ്കിൽ ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുക. എനിക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ലൈറ്റായിട്ട് ഫീൽ ചെയ്തല്ലോ. ഇതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. പിന്നെ റോഡ് സൈഡിൽ ഇതേപോലെ കോൺ ചുട്ടു തരുന്നുണ്ടായിരുന്നു. അതേപോലെ പച്ചമാങ്ങയും പൈനാപ്പിളും ഒക്കെ മസാല ഇട്ടിട്ട് തരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രസത്തിന് ഇടയ്ക്ക് മേടിച്ച് കഴിച്ചിരുന്നു. ഇത് ചായലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ 10-10:30 കൂടിയിട്ട് ഊട്ടിയിലെത്തി. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പോയത് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങാനായിട്ട് യാത്രയുടെ ക്ഷീണം കാരണം മടിയാവും. അത് കാരണം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഈവനിങ്ങിൽ റൂമിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇതാണ് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവിടെ അഡൽട്സിന് 50 റുപ്പീസാണ് ടിക്കറ്റ്. ഇപ്പൊ സീസൺ അല്ലാത്ത കാരണം നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ മെയ് ജൂണിലാണ് വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടാവുന്ന സമയം.
അതേപോലെ എല്ലാ കൊല്ലം മെയ്യിൽ ഫ്ലവർ ഷോ ഒക്കെ നടത്താറുണ്ട്. ആ സമയത്തൊക്കെ നിറയെ ആൾക്കാരാണ് കേട്ടത്. ഒരു പാർക്കിൽ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ പോണ ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നാലും പല വെറൈറ്റിയിലുള്ള പൂക്കളും ചെടികളും മരങ്ങളൊക്കെ നമുക്ക് കാണാം. കുറെ പൂക്കളും അതേപോലെ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയാണ്. ചിലത് ഇതുവരെ കാണാത്ത നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ കുറെ സ്ഥലത്തൊന്നും പൂക്കളില്ല. അതേപോലെ ചിലതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ചീത്തയായിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. എന്നാലും 1-2 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫീൽ തന്നെയാണ്. പിന്നെ കൂട്ടത്തോടൊക്കെ ഇങ്ങനെ പൂക്കൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദുബായിലെ മിറക്കിൾ ഗാർഡൻ ആണ് ഓർമ്മ വന്നേ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ കൊതി തീരോളം എടുത്തിട്ടുണ്ട്. യൂഷ്വൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണെന്ന്. പിന്നെ ഇതേപോലത്തെ പൂക്കളും കൂടി കണ്ടാൽ ചോദിക്കാറുണ്ടാ. ഇവരെ കണ്ടപ്പോൾ ആരെങ്കിലും ഓർമ്മ വന്നോ? നമ്മുടെ ഉണ്ണിക്കുട്ടനെയും അക്കുസേട്ടനെയൊക്കെ ഓർത്തോ? അത് ഓർത്തിട്ട് ഞങ്ങൾ അവരുടെ കൂടെ ഫോട്ടോയും എടുത്തു. അവർ നല്ല ഹാപ്പി ആയിട്ട് കൂടെയും നിന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബൊട്ടാനിക്കൽ ഗാർഡനിലെ വിശേഷങ്ങൾ.
ഫൈനലി എല്ലാവരും ഒരേ ഐസ്ക്രീം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എത്തിയതാണ് ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് നിൽക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടുന്ന് ഊട്ടിയുടെ ഒരു സൈഡ് മൊത്തം കാണാമെന്ന് വന്നു. അങ്ങനെ ആദ്യം അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി, അതാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്ത. അതിനുശേഷം അവിടെ ചുറ്റുള്ള ഷോപ്പിലേക്ക് കയറി. ഇവിടെ നല്ല നല്ല ഷോളും ഉലൻ ക്ലോത്തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 1000 റുപ്പീസിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഭംഗിയുള്ള ഷോളുകൾ ഉണ്ടായിരുന്നു. ഇതാ നോക്ക്. ചേച്ചിയുടെ മോള് ഷോളൊക്കെ മേടിച്ചു. അതിനുശേഷം അവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോയത്. ഇതാണ് ബെഞ്ച് മാർക്കിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അവിടെ എൻട്രൻസിൽ നമുക്കൊരു ബാൻഡ് തരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാർ ചോക്ലേറ്റിന് 30 റുപ്പീസ് കൊടുക്കണം. ഇവിടെ 3 വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ട്. വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കിടക്കാം. ചോക്ലേറ്റ് ഫാക്ടറിയിൽ കിടക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഓഡിയോ ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അവിടെ ലൈവായിട്ടും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ നിൽക്കണേ. പിന്നെ സ്റ്റാഫൊക്കെ അത് അവിടെ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതേപോലെ കുറേ വലിയ വലിയ മെഷീൻസ് ഒക്കെ ഉണ്ട്. അതിൽ കൊക്കോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഫൈനലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി വരുന്ന ഒരു പ്രൊസീജിയർ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റിലെത്തുമ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പീസ് ചോക്ലേറ്റും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും മേടിക്കാം. പിന്നെ അതേപോലെ നമ്മൾ മേടിച്ച ചോക്ലേറ്റ് നമ്മൾ ബാൻഡ് കാണിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റാണ് മേടിച്ചത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അടുത്ത ടീ ഫാക്ടറിയാണ് നമ്മൾ കാണുക. ഇവിടെ 10 റുപ്യാണ് എൻട്രി ഫീ. ടിക്കറ്റ് മേടിച്ച് മുകളിൽ പോകുമ്പോഴാണ് ടീ എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് കാണാം. ഇതാ നോക്ക്, ഡിജോന്റെ തല റൂഫിൽ ടച്ച് ആവുകയാണ്. ഇവിടെയും ചോക്ലേറ്റ് ഫാക്ടറി പോലെ തന്നെ ഗ്ലാസിന്റെ അപ്പുറത്തേക്ക് കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുമോ. ഇവിടെ വീഡിയോയും അതേപോലെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ പല സ്ഥലത്തും ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും കണ്ടും വേണം നമുക്ക് അതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കാൻ. അത് കാരണം എനിക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പാക്കിങ്ങിൻ്റെ പ്രൊസീജിയർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ടീ ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരും. അതൊരു ഫ്രീ ടീ ആണ്. ഞങ്ങൾക്ക് കാർഡമം ടീയും പിന്നെ മസാല ടീ ആണ് തന്നത്. ഞാൻ ടീ കുടിക്കാറില്ല, എന്നാലും ഇങ്ങനത്തെ ഒരു അവസരത്തിൽ കുടിച്ചു നോക്കി. ഞാൻ അത്ര ഇഷ്ടമില്ലാണ്ടാണ് കുടിച്ചത്. പക്ഷെ കാർഡമം ടീ സൂപ്പർബായിരുന്നു. എല്ലാവർക്കും കാർഡമം ടീ തന്നെയാണ് ഇഷ്ടമായത്. അതിനുശേഷം അവിടെ തന്നെ അവരൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ചായയും ചോക്ലേറ്റും സ്പൈസസും പല പല വേദനകൾക്കുള്ള ഓയിലും അതുകൂടാതെ എസെൻഷ്യൽ ഓയിലും പിന്നെ വേറെയും കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. അവിടുന്ന് നമ്മളും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ റൂമിലേക്ക് തിരിച്ചു. ഇതാണ് നമ്മൾ താമസിച്ച വീട്. ഇതൊരു പുതിയ വീടാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഇത് സിറ്റിയിൽ നിന്ന് അറൗണ്ട് 10 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നല്ലൊരു അടിപൊളി വീടാണ്. ഞങ്ങൾ ഇതിലത്തെ മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം ഹാളാണ് എടുത്തത്. ഇതാണ് ബാൽക്കണിയിലത്തെ വ്യൂ. ഒരു രക്ഷയില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഹാളിൽ ഇരുന്നാലും നല്ലൊരു വ്യൂ ആണ്. എന്തായാലും വീടൊക്കെ നല്ല ഇഷ്ടമായി. ഏകദേശം 5 മണിയാകുമ്പോഴേക്കൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം പാട്ടും വർത്താനവും ടി വി ഒക്കെ കണ്ട് നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ വീഡിയോ ഒത്തിരി ലെങ്തി ആക്കാണ്ടിരിക്കാനായിട്ട് ബാക്കിയുള്ള ട്രിപ്പൊക്കെ അടുത്ത വീഡിയോയിൽ ആ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.